ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബ് സിനി വേൾഡിന്റെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചെറുപ്പത്തില്, അതായത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കുറെ കളിപ്പാട്ടങ്ങളോടൊക്കെ കളിക്കൂലേ. പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും. കാറായിട്ടും ജീപ്പായിട്ടും ബൊമ്മക്കുട്ടിയായിട്ടും അങ്ങനെ പലതും ല്ലേ. ഇവിടെ രണ്ടു സഹോദരങ്ങൾ ഉണ്ടാവും, രണ്ട് ഇരട്ട സഹോദരങ്ങള്. അവർക്ക് ഒരു കളിപ്പാട്ടം കിട്ടും. കളിപ്പാട്ടം എന്ന് പറയാൻ പറ്റൂല, ശപിക്കപ്പെട്ട ഒരു കളിപ്പാട്ടം, അതും ഒരു കുട്ടിക്കുരങ്ങൻ്റെത്. ആ കുട്ടിക്കുരങ്ങൻ അവരുടെ ജീവിതം തന്നെ മാറ്റും. എന്ന് മുതലാണോ ആ കുട്ടിക്കുരങ്ങൻ അവരുടെ ജീവിതത്തിൽ വന്നത്, അന്ന് മുതൽ അവരുടെ ജീവിതം ഫുള്ള് ചോരക്കളിയായി മാറും. അവരുടെ സ്വന്തം അമ്മയും അങ്കിളും ആന്റിയും എല്ലാരും ഈ ഒരു കുരങ്ങ് കാരണം മരിക്കപ്പെടും. അങ്ങനെ അവർ ആ കുരങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടും. പക്ഷേ കുറെ വർഷങ്ങൾക്കു ശേഷം ആ കുരങ്ങൻ തിരിച്ചു വരും. എന്നിട്ട് അവരുടെ കുടുംബങ്ങളെ മാത്രമല്ല, ആ നാട്ടിലെ ഓരോ നിരപരാധികളായ ആളുകളെയും കൊല്ലും. പക്ഷേ ആ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു രഹസ്യമുണ്ട്. പല രീതിക്കുമുള്ള രഹസ്യങ്ങളും പേടിപ്പെടുത്തുന്ന പല ദൃശ്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു ചിത്രം തന്നെയാണ് ഇത്. എന്നാ പിന്നെ കൂടുതൽ നീട്ടാതെ നമുക്ക് ഈ കഥ അങ്ങ് കേൾക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാബ് സിനി വേൾഡ്. തുടങ്ങുന്നത് 1999 പേറ്റെ എന്നു പേരുള്ള ഒരു പൈലറ്റ് ദേഹമാകെ ചോരയൊക്കെ ഒലിപ്പിച്ച് ഒരു ടോയ് ഷോപ്പിൽ കയറും. അതായത് കളിപ്പാട്ടമൊക്കെ വിൽക്കൂലേ, അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ. അവന്റെ കയ്യിൽ ഒരു കുരങ്ങന്റെ കളിപ്പാട്ടം ഉണ്ടാവും, ചെണ്ടയൊക്കെയുള്ള ഒരു കുട്ടിക്കുരങ്ങൻ. ഷോപ്പ് ഓണറോട് തന്റെ കയ്യിലൊരു കുട്ടിക്കുരങ്ങനുണ്ട്, അതിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. തന്റെ മക്കൾക്ക് ഈ കുരങ്ങനെ ഇഷ്ടമാണ്, പക്ഷേ തനിക്കത് വേണ്ട, നിങ്ങൾക്ക് എടുക്കാമോ എന്നൊക്കെ ചോദിക്കും. ഷോപ്പ് ഓണർ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ, ഈ ഷോപ്പിൽ ഏത് ടോയ് ഞാൻ എടുത്താലും പിന്നീട് അത് ചോദിച്ചു വരാൻ നിൽക്കരുത് എന്ന് പറയും. ഇതു കേട്ട ഈ പൈലറ്റ് ഈ കുട്ടിക്കുരങ്ങൻ ഒരു ടോയ് അല്ല എന്നും തുടർന്ന് അതിന്റെ പ്രശ്നം എന്താണെന്ന് പറയും. അതായത് ഈ കുരങ്ങൻ തന്റെ കയ്യിലെ ചെണ്ട കൊട്ടിയാൽ എപ്പോഴാണോ ചെണ്ട കൊട്ടൽ നിർത്തുന്നത്, അപ്പോ അവിടെ ഉള്ള ആളങ്ങ് മരിക്കും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നാവും ഈ ഷോപ്പ് ഓണറിന്റെ മൈൻഡിൽ. അയാൾക്ക് ഈ പൈലറ്റ് പറഞ്ഞതാണെങ്കിൽ തീരെ വിശ്വാസവുമില്ല. ആ സമയത്താണ് ഈ കുരങ്ങൻ ചെണ്ട കൊട്ടാൻ തുടങ്ങും. ചെണ്ട കൊട്ടി തീരും, പക്ഷെ കുറച്ച് സമയം ഒന്നും സംഭവിക്കൂല. താൻ എന്താടോ എന്നോട് നുണ പറയാണോ എന്ന മട്ടിൽ ഷോപ്പ് ഓണർ ഈ പൈലറ്റിനെ നോക്കും. പക്ഷെ ഈ കുരുത്തം കെട്ട എലി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു എലി ഒരു കയറ് കടിക്കും. ആ കയറാണെങ്കിൽ ഒരു ആക്സിൽ കെട്ടിയിട്ടുണ്ടാകും. എലി കയറ് മുറിച്ചതോടെ ആ ആക്സ് ഒരു ഹാർപൂൺ ഗണ്ണ് പിടിച്ച പ്രതിമയുടെ മേലെ വീഴും. ആ ഗണ്ണാണെങ്കിൽ നേരെ പോയി ഈ ഷോപ്പ് ഓണറുടെ വയറ്റിൽ അങ്ങ് തറക്കും. എന്നിട്ട് അയാളുടെ കുടൽമാല പുറത്തേക്ക് വലിച്ചിടും. പൈലറ്റിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ ഈ പൈലറ്റ് ഒരു തീ വരുന്ന ഗണ്ണെടുത്ത് ആ കുട്ടിക്കുരങ്ങനെയാണ് കത്തിച്ചു കളയും. വല്ലാത്തൊരു തുടക്കം തന്നെയാണ് ഈ കഥക്കുള്ളത്, ഫുൾ വയലൻസ്. ഏതായാലും അങ്ങനെ ഈ പൈലറ്റിന് മനസ്സിലാവും, ഈ കുരങ്ങൻ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, മറിച്ച് അവരുടെ അടുത്തുള്ളവരെല്ലാം മരിക്കും. അതുകൊണ്ട് ഈ പൈലറ്റ് തന്റെ ഭാര്യയെയും മക്കളെയും വിട്ട് എങ്ങോട്ടോ പോകും. ഇനിയാണ് കഥയുടെ ശരിക്കുമുള്ള തുടക്കം. ഈ പൈലറ്റിന് രണ്ട് മക്കളാണ് ഉണ്ടാവുക, ഇരട്ട സഹോദരന്മാർ, ഹാലും ബില്ലും. ഹാലാണെങ്കിൽ ഒരു പാവത്താനാണ്, ബില്ലാണെങ്കിൽ നേരെ തിരിച്ചും. എപ്പോഴും ഹാലിനെ ടോർച്ചർ ചെയ്യുകയാണ് ബില്ലിന്റെ മെയിൻ പരിപാടി. ഇവർക്കിടയിൽ കഴിയുന്ന ലോയിസ് എന്ന പേരുള്ള അവരുടെ അമ്മയും, അതാണ് ഈ പൈലറ്റിന്റെ കുടുംബം. അങ്ങനെ അച്ഛനെ കാണാതായിരിക്കുകയാണല്ലോ. പക്ഷേ ഈ മക്കൾ അച്ഛനെ തപ്പിക്കണ്ടുപിടിക്കുന്നതിനു പകരം അച്ഛന്റെ സാധനങ്ങളെല്ലാം തപ്പും. അവർക്ക് ഉപകാരമുള്ള വല്ലതും ഉണ്ടോന്ന് നോക്കാൻ. ബില്ലാണ്ട്ടോ ഇതെല്ലാം തപ്പാൻ മെയിന്. അപ്പോഴാണ് ഹാലിന് ആ കുട്ടിക്കുരങ്ങിന്റെ പ്രതിമ കിട്ടുന്നത്. പൈലറ്റ് കുട്ടിക്കുരങ്ങനെ കത്തിച്ചു കളഞ്ഞു എങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അത് തനിയെ ഈ പൈലറ്റിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാകും. ആ കുരങ്ങന്റെ പെട്ടിയിൽ ഓർഗൻ ഗ്രൈൻഡർ മങ്കി എന്ന ഒരു ടൈറ്റിലും കൂടാതെ ലൈക്ക് ലൈഫ് എന്നും കൂടി എഴുതി കാണും. അതിനർത്ഥം ലൈവ് ആയിട്ടുള്ള ജീവിതം എന്നാണ്. പക്ഷേ ബില്ലും ഹാലും അത് വേറെ രീതിയിലാണ് മനസ്സിലാക്കുക. അവർക്ക് മനസ്സിലായത് ജീവിത ചരിത്രം എന്നൊക്കെയാണ്. അങ്ങനെ ബിൽ ആ കുട്ടിക്കുരങ്ങനെ ഹാലിന്റെ കയ്യിൽ നിന്നും വാങ്ങി അതിന്റെ ബാക്കിൽ ചാവിയിട്ട് തിരിക്കും. പക്ഷേ ആ കുരങ്ങൻ ചെണ്ട കൊട്ടുക പോയിട്ട് ഒന്ന് കൈ അനക്കുക പോലും ചെയ്യൂല. ഇതു കണ്ട ബില്ല് പറയും, ഇത് കേടായ ഒരു കളിപ്പാട്ടമാണ്, എന്നിട്ട് അതിനെ ഹാലിന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം ഈ സഹോദരങ്ങൾക്ക് ഒരു ബേബി സിറ്റർ ഉണ്ടാകും. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരുടെ അമ്മ ലോയിസ് ഏൽപ്പിച്ചതാവും. ബേബി സിറ്റർ അവരെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും. പോകുമ്പോൾ ഓട്ടോമാറ്റിക്
പെട്ടിക്കായി ആ കുരങ്ങൻ ഇവരുടെ കാറിനകത്ത് കയറിയിട്ടുണ്ടാകും. ഹാലിന് അതെങ്ങനെയാണ് എത്തിയതൊന്നും മനസ്സിലാകില്ല. എന്തായാലും അവര് 3 പേരും റെസ്റ്റോറന്റിൽ പോയ സമയത്ത് ഈ കുട്ടിക്കുരങ്ങൻ ഈ കാറിനകത്തായിരിക്കും. അങ്ങനെ അവർ 3 പേരും അവിടെയുള്ള ഒരു ഷെഫിന്റെ കുക്കിംഗ് സ്റ്റൈലൊക്കെ ആസ്വദിച്ചിരിക്കുവാവും. കാറിലുള്ള കുരങ്ങനാണെങ്കിൽ ഈ സമയത്ത് ചെണ്ട കൊട്ടാൻ തുടങ്ങും. ബില്ല് നേരത്തെ ചാവി തിരിച്ചില്ലേ, അതിന്റെ എഫക്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. കുരങ്ങൻ ചെണ്ട കൊട്ടി കഴിഞ്ഞതും ആ ഷെഫിന്റെ കയ്യിലുള്ള കത്തി ഈ ബേബി സിറ്ററിന്റെ കഴുത്തിൽ അങ്ങ് കൊള്ളും. തല മുഴുവനായി മുറിഞ്ഞ് നേരെ കുക്കിംഗ് ഗ്രില്ലിലേക്ക് അങ്ങ് വീഴും. പിന്നീട് ഈ ബേബി സിറ്ററിന്റെ ശവസംസ്കാരമായിരിക്കും. ഈ ബേബി സിറ്ററിന്റെ പെറ്റായിരുന്നു ഹാലും ബില്ലും. അതുകൊണ്ട് അവർക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഹാല് തന്റെ അമ്മയോട് ഞാനും ബില്ലും അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് അമ്മേ ഞങ്ങൾക്കൊന്നും പറ്റാതെ ബേബി സിറ്ററിന് മാത്രം പറ്റിയത് എന്നൊക്കെ ചോദിക്കും. അമ്മയാണെങ്കിൽ നീ വല്ലാതെ ആലോചിക്കണ്ട, മിണ്ടാതിരിക്ക് എന്നൊക്കെ പറയും. പിന്നീട് പള്ളിയിലെ പുരോഹിതൻ ഈ ബേബി സിറ്റർ ഒരു ആക്സിഡന്റിലാണ് നമ്മളെ വിട്ടുപോയത്, മാത്രമല്ല നമ്മളൊക്കെ എപ്പോ വേണമെങ്കിലും മരിക്കാം, എല്ലാം ദൈവത്തിന്റെ പരീക്ഷണമാണ് എന്നൊക്കെ പറയും. സംഭവം ആ കുട്ടിക്കുരങ്ങൻ വരുത്തിവെച്ച പണിയാണെന്ന് ഈ ഇരട്ട സഹോദരങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. എന്താണെങ്കിലും ഹാലിനും ബില്ലിനും നല്ല സങ്കടമുണ്ട് ഈ ബേബി സിറ്റർ പോയതിന്. ഈ കാര്യം മനസ്സിലാക്കിയ അവരുടെ അമ്മ എല്ലാവരും ഒരു ദിവസം മരിക്കും, അതുകൊണ്ട് എന്റെ മക്കൾ കൂടുതൽ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. അവരുടെ അമ്മ പറഞ്ഞത് കറക്റ്റ് ആണല്ലേ, നമ്മളൊക്കെ എപ്പോഴാ മരിക്കുക, എങ്ങനെ മരിക്കുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. ചിലപ്പോ ഇപ്പൊ കാണുന്നവരെ 1 മിനിറ്റ് കഴിഞ്ഞ് ജീവനോടെ കാണാൻ പറ്റില്ല, അതാണ് ജീവിതം. എന്തായാലും നമുക്ക് കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഹാൽ ഒരു ദിവസം സ്കൂളിൽ പോകും. അവിടെയാണെങ്കിൽ അവന്റെ ക്ലാസ്മേറ്റ്സ് ആയ കുറച്ച് പെൺകുട്ടികൾ ഉണ്ടാകും. ഈ ക്ലാസ്മേറ്റ്സ് അവനോട് പറയും, നിന്റെ അച്ഛൻ അമ്മയെ വിട്ടുപോയ കാര്യമൊക്കെ ബില്ലു പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അമ്മ വീട്ടിൽ നിന്റെ അച്ഛന്റെ പാൻസ് എല്ലാം ധരിക്കുന്നില്ലേ, അച്ഛന്റെ ഓർമ്മക്കായിട്ട്. ഒരു വീട്ടിൽ 2 പേര് പാൻസ് ധരിക്കാൻ പാടില്ല, നീ വേഗം നിന്റെ പാൻസ് എല്ലാം ഊരിങ്ങെടുക്ക് എന്ന് പറയും. സംഭവം ഈ ഗേൾസ് ബില്ലിന്റെ കൂട്ടുകാരികളാണ്. ബില്ലിനെ പോലെ തന്നെ ഹാലിനെ ടോർച്ചർ ചെയ്യലാണ് ഇവരുടെയും പണി. അങ്ങനെ പാൻസ് ഒന്നുമില്ലാതെ ഹാല് വീട്ടിലെത്തും. അവൻ നേരെ അവന്റെ റൂമിൽ പോകുമ്പോൾ അവിടെ നോക്കുമ്പോൾ ആ കുരങ്ങനും ഉണ്ടാകും. അവനാണെങ്കിൽ ഈ ബേബി സിറ്റർ മരിച്ച കാര്യം മൈൻഡിൽ നിന്ന് പോയിട്ടും ഉണ്ടാവില്ല. അവൻ കുറെ ആലോചിക്കുമ്പോൾ അവനൊരു ഡൗട്ട് തോന്നും. അതായത് ഈ കുരങ്ങനെ ആരും തന്നെ റൂമിൽ എത്തിച്ചതല്ല, അവന്റെ അമ്മയാണെങ്കിൽ ഇവരുടെ റൂമിലൊന്നും പോവുക പോലുമില്ല. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഈ കുരങ്ങന് എന്തോ അമാനുഷിക ശക്തിയുണ്ട്. അന്ന് ബില്ലൊന്ന് കീ തിരിച്ചതാണ്, അതിന്റെ എഫക്റ്റ് ആണ് ഈ ബേബി സിറ്റർ മരിച്ചത് എന്നൊക്കെ അപ്പോഴാണ് അവന് മനസ്സിലാവുക. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ബില്ല് ആ റൂമിലേക്ക് വരുന്നത്. ബില്ല് നേരെ കാണുന്നത് ഹാലി ഈ കുരങ്ങനോട് സംസാരിക്കുന്നതാണ്. ബില്ല് അവനോട് പറയും, ഓ ഇപ്പോ ഈ കുരങ്ങനാണല്ലേ നിന്റെ കൂട്ട്, അന്ന് റെസ്റ്റോറന്റിൽ പോയപ്പോഴും നീ ഇതിനെ കൊണ്ടുപോയല്ലോ, നീ അതിനെ കെട്ടിക്കോ, അതാവുമ്പോ ഫുൾ ടൈം നിന്റെ കൂടെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കും. ശേഷം ഹാൽ ക്ലാസ്സിലിരിക്കുമായിരിക്കും. അവന്റെ ബാഗ് നോക്കുമ്പോൾ ദേ കിടക്കുന്നു ആ കുട്ടിക്കുരങ്ങൻ. ഈ കുരങ്ങനെ നേരത്തെ വന്ന വില്ലത്തികൾ ഇരുത്തി കാണുകയും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അവനെ കളിയാക്കുകയും ചെയ്യും. ക്ലാസ് കഴിഞ്ഞ ശേഷം സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഇരിക്കുമായിരിക്കും ഹാല്. അങ്ങോട്ടേക്ക് ക്ലാസ്മേറ്റ്സ് ആയ പെൺകുട്ടികൾ വരികയും അവർ വരുന്നതാണെങ്കിൽ ഒരു പെട്ടി പഴവുമായിട്ടാണ്. അതായത് എന്താന്ന് വെച്ചാല് ബില്ല് ഈ ഗേൾസിനോട് പറഞ്ഞിട്ടുണ്ടാകും ഹാല് ഇപ്പോൾ ഒരു കുട്ടിക്കുരങ്ങന്റെ കൂടെയാണ് നടത്തം, അവൻ ഇപ്പോഴും അമുൽ ബേബി ആണ് എന്നൊക്കെ. കൂടാതെ ഈ ഗേൾസിലെ ഒരുത്തി നേരത്തെ കണ്ടതാണല്ലോ ഹാളിന്റെ ബാഗിലെ ആ കുട്ടിക്കുരങ്ങനെ, അതുകൊണ്ടാണ് ഈ ഗേൾസ് ഒരു കോട്ടപ്പഴവുമായി വന്നത്. മാത്രമല്ല അവർ പഴം മൊത്തം ഹാലിന്റെ തലയിൽ വെച്ച് തേച്ചൊട്ടിച്ചിട്ടുണ്ടാകും. അങ്ങനെ തലയിലും ദേഹത്തുമൊക്കെ ഫുള്ള് പഴമൊട്ടിയ അവസ്ഥയിലാണ് പിന്നെ ഹാല് വീട്ടിലെത്തുന്നത്. അവനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരും. ആ ദേഷ്യത്തിൽ അവൻ ആ കുരങ്ങനോട് തനിക്ക് തന്റെ ബ്രദറിനെ കൊല്ലണം, അവൻ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല, അവൻ കാരണം എനിക്ക് ഫുള്ള് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ചാവി അങ്ങ് തിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ബില്ല് വീട്ടിലെത്തും. ഇവരുടെ അമ്മ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്താണ് ആ കുരങ്ങൻ ചെണ്ട കൊട്ടാൻ തുടങ്ങുന്നത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെയായി അവസ്ഥ. ബില്ല് വീട്ടിലെത്തിയ ഉടനെ അമ്മയെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് അടുക്കളയിലെത്തി അമ്മയെ വിളിക്കുമ്പോൾ അമ്മയൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുവാവും. കുറച്ചു കഴിഞ്ഞ് അമ്മ തിരിയുമ്പോൾ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിപ്പിച്ചു നിൽക്കാവും. ഈ കുരങ്ങൻ ചെണ്ട കൊട്ടിക്കഴിഞ്ഞതോടെ അമ്മയും അവിടെ മരിച്ചു വീഴും. അപ്പോഴാണ് ഈ ഹാലിന് ആ കുരങ്ങന്റെ പ്രവർത്തനം മനസ്സിലാവുന്നത്. നമ്മൾ എന്തേലും ആഗ്രഹം പറഞ്ഞ് ചാവി
തിരിച്ചെന്ന് വെച്ച് അത് നടക്കണമെന്നില്ല. പകരം എപ്പോഴാണോ അത് ചെണ്ട കൊട്ടിക്കഴിയുന്നത് അപ്പോ ആ കുരങ്ങൻ തീരുമാനിക്കുന്ന ആളാണ് മരിക്കുക. അതുകൊണ്ടാണ് ആ പെട്ടിയിൽ ഓർഗൻ ഗ്രൈൻഡർ ലൈക്ക് ലൈഫ് എന്നെഴുതിയത്. ബില്ലിനാണെങ്കിൽ അവന്റെ അമ്മ മരിച്ചതിന് ഭയങ്കര സങ്കടമാവും. പക്ഷേ ഹാലിനാണെങ്കിലോ കംപ്ലീറ്റ് കുറ്റബോധവും. അവൻ കാരണമാണല്ലോ സ്വന്തം അമ്മ മരിച്ചത്. അങ്ങനെ ആ ദേഷ്യത്തിൽ ഹാലാണെങ്കിൽ ആ കുരങ്ങനെ പീസായി കട്ട് ചെയ്ത് അവന്റെ ദേഷ്യമെല്ലാം തീർക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ വെട്ടിക്കൂട്ടിയത് കൊണ്ടൊന്നും ആ കുട്ടിക്കുരങ്ങനൊന്നും സംഭവിക്കില്ല. അങ്ങനെ അത് നശിക്കുമായിരുന്നെങ്കിൽ ഇവരുടെ അച്ഛൻ കത്തിച്ചു കളഞ്ഞപ്പോ ഇല്ലാതാവേണ്ടതായിരുന്നല്ലോ. അതിനുശേഷം ഈ പിള്ളേര് പിന്നെ അവരുടെ അങ്കിളായ പെർക്കിൻസിന്റെയും ഭാര്യയായ സാറയുടെയും അടുത്തായിരിക്കും പിന്നെ താമസിക്കുന്നത്. അവിടെ ആ അങ്കിളിന്റെ വീട്ടിൽ വെച്ച് ബില്ല് ജനലിന്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോ ആ മങ്കി ഇങ്ങനെ നിൽക്കുന്നത് കാണും. അവൻ നേരെ എണീറ്റ് ജനലിന്റെ അവിടെ പോയി നോക്കുമ്പോ അതിനെയാണെങ്കിൽ കാണാനും ഉണ്ടാവില്ല. ഇതെന്ത് മറിമായമെന്ന് വിചാരിച്ച് അവൻ തിരിഞ്ഞു നോക്കുമ്പോ ദേ കിടക്കണു ആ കുട്ടിക്കുരങ്ങൻ ആ റൂമിൽ തന്നെ. ഇതു കണ്ട ബില്ല് ഹാളിനോട് ചോദിക്കും, നീ എന്തിനാടാ ഈ കുട്ടിക്കുരങ്ങനെ ഈ വീട്ടിലോട്ട് കൊടുന്നത് എന്ന്. കുരങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നും ഇതൊരു വൃത്തികെട്ട മങ്കിയാണ്, ഈ കുരങ്ങൻ എല്ലാരെയും കൊല്ലും എന്നൊക്കെ ഹാല് ബില്ലിന് പറഞ്ഞു കൊടുക്കും. ഇതു കേട്ട ബില്ലാണെങ്കിൽ അവരുടെ ബേബി സിറ്റർ മരിക്കാൻ ഈ മങ്കിയാണോ കാരണം എന്ന് ചോദിക്കും. ഹാലാണെങ്കിൽ ഒന്നും തന്നെ വിട്ടുപറയില്ല. കാരണം അവൻ വല്ലതും തുറന്നു പറഞ്ഞാൽ അവരുടെ അമ്മ മരിക്കാൻ കാരണം താനാണെന്നുള്ള സത്യം പറയേണ്ടി വരും. ബില്ലിന്റെ ചോദ്യങ്ങളൊന്നും അവിടെ നിന്നില്ല. അവൻ ചികഞ്ഞു ചോദിക്കും, അതായത് ഈ മങ്കിയുടെ കീ തിരിച്ചാലാണോ ആളുകൾ മരിക്കുന്നത്? നമ്മുടെ അമ്മ കീ തിരിച്ചു കാണുമോ എന്നൊക്കെ. ആ ചോദ്യത്തിന് ഹാലിന് ഉത്തരം അറിയുമെങ്കിലും അവൻ തനിക്കെങ്ങനെയാണ് അതറിയുന്നത്? ഞാൻ എന്തായാലും കീ ഒന്നും തിരിച്ചിട്ടില്ല എന്നായിരിക്കും അവന്റെ മറുപടി. ബില്ലിനാണെങ്കിൽ ഈ മങ്കിയുടെ പ്രശ്നം അറിയാൻ വല്ലാത്തൊരു ആഗ്രഹമാവും. അവൻ ഹാലിനോട് നമുക്ക് ഈ കീ തിരിക്കാം, എന്താ സംഭവിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറയും. ആ തീരുമാനം സമ്മതിക്കല്ലാതെ ഹാലിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ബില്ല് അമ്മയെ കൊന്നത് ഹാലാണെന്ന് മനസ്സിലാക്കും. പിന്നെ ബില്ല കീ അങ്ങ് തിരിക്കും. അതിന്റെ പ്രത്യാഘാതമായി അവരുടെ അങ്കിൾ അങ്ങ് മരിക്കുകയും ചെയ്യും. അതാണെങ്കിൽ ഒരു വല്ലാത്തൊരു മരണാവും. കാട്ടിൽ ഹൈക്കിങ്ങിന് പോയ അവരുടെ അങ്കിൾ ഒരു ടെന്റിൽ കിടന്നുറങ്ങുകയായിരിക്കും. 67 കാട്ടുകുതിരകൾ വന്ന് അങ്കിളിന്റെ ദേഹത്തൂടെ പോയിട്ടുണ്ടാകും. അങ്ങനെ അവരുടെ അങ്കിൾ ചമ്മന്തി പരിവാവും. ഇപ്പോ ബില്ലിനും ഹാലിനും ആ കുരങ്ങന്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അത് ശരിക്കും ഒരു കില്ലർ മങ്കി തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ അവർ ആ മങ്കിയെ കുറച്ച് ദൂരെ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിടും. അതാവുമ്പോ ഇനി ആരും ആ കീ തിരിക്കാൻ നിൽക്കൂലല്ലോ. ഏതായാലും യാതൊരു കുഴപ്പവുമില്ലാതെ 25 വർഷം കഴിഞ്ഞു പോകും. ഇപ്പോ ഹാല് ഒറ്റക്കായിരിക്കും താമസിക്കുന്നത്. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മകനും കൂടി ഉണ്ടാവും. പെറ്റെ എന്നാകും അവന്റെ പേര്. പക്ഷേ ഹാലിന് ആ കുരങ്ങന്റെ കാര്യം ആലോചിച്ച് ഇപ്പോഴും പേടിയാണ്. അത് കാരണം അവൻ ഡൈവോഴ്സും ചെയ്തിട്ടുണ്ടാകും. മാത്രല്ല അവന്റെ മകനെ ആണെങ്കിൽ വർഷത്തിലാകെ ഒരു തവണ മാത്രമേ കാണുകയും ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ദിവസം നേരത്തെ മരിച്ച ഇവരുടെ അങ്കിളില്ലേ, അയാളുടെ ഭാര്യ ഇപ്പോൾ ഒറ്റക്കാണ് താമസിക്കുന്നത്. അവൾ കിടന്നുറങ്ങുമ്പോ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ആ ശബ്ദം കേട്ടതോടെ അങ്ങോട്ടേക്ക് ഒരു ഗണ്ണെല്ലാം പിടിച്ച് സ്റ്റെയർ കേസ് വഴി ഇറങ്ങും. പെട്ടെന്ന് കാലെല്ലാം സ്ലിപ്പായി നേരെ മീൻ പിടിക്കുന്ന ഹുക്കെല്ലാം ഇട്ടുവെച്ച ഒരു പെട്ടിയിലേക്ക് അങ്ങ് വീഴും. അവൾ ആ പെട്ടിയിൽ എണീക്കുമ്പോ മുഖത്തെല്ലാം നിറച്ച് ഹുക്കാകും. എങ്ങനെയൊക്കെയോ മുകളിൽ പോയി ആ ഹുക്കെല്ലാം ഓരോന്നായി ഇളക്കി മാറ്റും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറഞ്ഞ പോലെയാണ് പിന്നീട് കാര്യങ്ങൾ നടക്കുന്നത്. അടുക്കളയിൽ നിന്നും സ്റ്റൗ ഓണാക്കിയ പോലെ ഒരു ശബ്ദം അവൾ കേൾക്കും. അവള് നേരെ അടുക്കളയിൽ എത്തുമ്പോ ആ ശബ്ദം കേൾക്കുന്നുമുണ്ടാവില്ല. എന്തായാലും അവൾ ആ സ്റ്റൗവിന്റെ അടുത്ത് പോയി ഗ്യാസ് സ്മെല്ലുണ്ടോന്ന് നോക്കും. വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റൗ ഓട്ടോമാറ്റിക്കായി കത്തും. പിന്നെ പറയണ്ടല്ലോ പൂരം, അവളുടെ തലയാകെ കത്തി അങ്ങ് പിടിക്കും. ആ വേദനയിൽ ഓടി വീടിന്റെ പുറത്തെത്തുമ്പോ അവിടെ ഒരു സ്ഥലം വിൽപ്പനക്ക് എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാകും. അതിൽ തലയങ്ങ് കുത്തിക്കയറി അവളും മരിക്കും. എന്താലേ ഓരോരോ മരണങ്ങൾ വരുന്ന വഴികളെ. ഏതായാലും അങ്ങനെ അവളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം വിൽക്കുകയാവും. അതിനിടയിൽ ആ കുട്ടിക്കുരങ്ങനെ കാണാം. സംഭവം ഇനി ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. ആ കുരങ്ങൻ ആ പൊട്ടക്കിണറ്റിൽ നിന്നും എങ്ങനെയൊക്കെയോ തിരിച്ചു വന്ന് കൊന്നതാണിവളെ. ആ കുരങ്ങനെ പിന്നീട് അവിടെയുള്ള ഒരു ലോക്കൽ പോലീസുകാരന്റെ മകനായ റോക്കി എന്നു പേര്
പേരുള്ള ഒരുത്തൻ കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാല് അതിനൊരു കാരണമുണ്ട്. അത് ഈ കഥയുടെ അവസാനം നമുക്ക് മനസ്സിലാകും. ഈ സമയത്ത് തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോവാൻ ഹാല് അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവും. അതായത് അവൻ ഡൈവോഴ്സ് ചെയ്തില്ലേ അവളുടെ അടുത്തേക്ക്. അവളാണെങ്കിൽ ഒരാളെയും കെട്ടി സുഖമായി ജീവിക്കാവും. ഹാല് അവിടെ ചെല്ലുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. എന്താന്ന് വെച്ചാല് ഈ ടെഡ് ഉണ്ടല്ലോ, അതായത് ഹാലിന്റെ എക്സ് വൈഫിന്റെ ഹസ്ബൻഡ്, അവൻ പേറ്റേനെ നിയമപരമായി ദത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ ഹാല് അവരുടെ വീട്ടിലേക്ക് വരുന്നതും പേറ്റേനെ കൊണ്ടുപോകുന്നതൊന്നും എക്സ് വൈഫിനും അവളുടെ ഹസ്ബൻഡിനും തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പീറ്റേനെ അവർ ദത്തെടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും അവസാനമായി തന്റെ മകന്റെ കൂടെ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ ഹാല് മകനെ അവിടെ നിന്നും കൊണ്ടുപോകും. ഇവർക്കാണെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകാനായിരിക്കും പ്ലാന്. പോകുന്ന വഴിയിലുള്ള ഒരു ലോഡ്ജിൽ റൂം എടുക്കും, റെസ്റ്റ് ഒക്കെ എടുത്ത് പിറ്റേ ദിവസം പോവാനായിട്ട്. ഈ പീറ്റർ ഉണ്ടല്ലോ, അവൻ സ്കൂളിലൊക്കെ പോകുന്ന ഒരു കുട്ടിയാണ്. അവനൊരു പ്രൊജക്ട് ഉണ്ടാകും, വിഷയം ഫാമിലി ട്രീ എന്നാകും. അതുകൊണ്ട് തന്നെ അച്ഛനായ ഹാലിനോട് അവൻ ഫാമിലിയെ പറ്റി അന്വേഷിക്കും. ഹാലിന് ബ്രദേഴ്സ് ഉണ്ടോ അതോ സിസ്റ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഹാലാണെങ്കിൽ തനിക്ക് ഇരട്ട സഹോദരനുള്ള കാര്യമൊന്നും അപ്പൊ പീറ്റേനോട് പറയൂല. പകരം അമ്മയുടെ പേര് മാത്രം പറഞ്ഞ് നമുക്ക് നാളെ കുറെ പരിപാടിയുണ്ട്, നീ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. കുറച്ചു നേരം കഴിയുമ്പോ ഇവർ രണ്ടുപേരും ഉറങ്ങുകയായിരിക്കും. ആ സമയത്ത് ഹാലിനൊരു ഫോൺ കോൾ വരും. അത് മറ്റാരുമല്ല, ഹാലിന്റെ ബ്രദറായ ബില്ലിന്റെ കോളായിരിക്കും അത്. ഹാല് നേരെ ഫോൺ എടുത്ത് സ്വിമ്മിംഗ് പൂളിന്റെ അങ്ങോട്ടേക്ക് പോകും. കാരണം ബില്ല് സംസാരിക്കുന്നത് തന്റെ മകൻ കേൾക്കാൻ പാടില്ലല്ലോ. എന്തായാലും ബില്ല് അവനോട് പറയും, ആ കുട്ടിക്കുരങ്ങൻ പുറത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ആന്റിയെ കൊന്നിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആന്റിയുടെ എസ്റ്റേറ്റിൽ പോയി ആ കുരങ്ങൻ അവിടെ ഉണ്ടോന്ന് നോക്ക്, മാത്രമല്ല അഥവാ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ എസ്റ്റേറ്റ് മറ്റാർക്കെങ്കിലും വിറ്റേക്ക് എന്നൊക്കെ പറയും. പണ്ട് കുറെ കാലം മുമ്പ് ആ കുട്ടിക്കുരങ്ങനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടില്ലേ, ആ പൊട്ടക്കിണറാണെങ്കിൽ ഈ എസ്റ്റേറ്റിന്റെ അവിടെയാകും. അതാണ് ഹാലിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. ഹാലാണെങ്കിൽ തന്റെ മകന്റെ കൂടെ വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ നിൽക്കുകയാണല്ലോ. അവൻ ആദ്യം എസ്റ്റേറ്റിലേക്ക് പോവാൻ സമ്മതിക്കൂല. പക്ഷേ ബിൽ അവനോട് പറയും, ആ മങ്കി എങ്ങാനും പുറത്തു വന്നതാണേൽ ഞാനും നീയും നിന്റെ മകനായ പീറ്റും എല്ലാവരും മരിക്കും. ഇതു കേട്ട ഹാലിന് നന്നായിട്ട് പേടിയാവും. കാരണം ഇനി അവിടെ ഒരു ചോരക്കളി ആവാൻ പോവാണല്ലോ. അവൻ ബില്ലിനോട് കുറെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴും ഹാലിന് ആ കുട്ടിക്കുരങ്ങൻ പുറത്തു വന്നതാണെന്ന് വിശ്വാസമേ ആവില്ല. ഈ സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ ചാടാനായി ഒരു ലേഡി വരും. അപ്പോ റൂഫിൽ നിന്നും AC-യുടെ കംപ്രസർ ഉണ്ടല്ലോ, അത് താഴെ വീണ് അതിന്റെ ഇലക്ട്രിസിറ്റി വയർ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വെള്ളത്തിലോട്ട് ചാടും. ആ ലേഡി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നതോടുകൂടി ചിഹ്നം ഭിന്നമായി മാറും. ഇപ്പൊ ഹാലിന് ഏകദേശം ഉറപ്പായി ആ കുട്ടിക്കുരങ്ങൻ പുറത്തു വന്നിട്ടുണ്ടെന്ന്. അവൻ നേരെ പീറ്റേനെയും കൂട്ടി എസ്റ്റേറ്റിലേക്ക് പോകാൻ തീരുമാനിക്കും. അവർ എസ്റ്റേറ്റിലെത്തുമ്പോ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഉണ്ടാകും. ബില്ലായിരിക്കും അവളെ ഹാലിന് എസ്റ്റേറ്റ് കാണിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചത്. ഈ ഏജന്റ് ഹാലിനോട് പറയും, നിങ്ങളുടെ സഹോദരൻ എന്നെ ഇത് വിൽക്കാൻ ഏൽപ്പിച്ചതാണ്, വരൂ ഞാൻ ഈ എസ്റ്റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോഴാണ് പീറ്റേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്താന്ന് വെച്ചാല് ഹാലിന് ഒരു ബ്രദറും കൂടി ഉള്ള കാര്യം. അവൻ ആകെ ആശ്ചര്യപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് ഹാൽ ഇതുവരെ തന്നോട് പറയാത്തത് എന്നൊക്കെ അവൻ ചിന്തിക്കും. ഈ ഏജന്റ് പിന്നീട് ഹാലിന് ആ എസ്റ്റേറ്റിലെല്ലാം കാണിച്ചു കൊടുക്കാവും. അതിന്റെ ഇടയിൽ ഹാല് താൻ വന്നത് ആ കുട്ടിക്കുരങ്ങൻ പുറത്തു വന്നോ എന്നറിയാനാണല്ലോ. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെണ്ടയുള്ള കുരങ്ങനെ കണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു കുരങ്ങനെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല എന്നും വേറെ ഒരു കാര്യം കൂടി ഏജന്റ് പറയും. അതായത് ഹാലിന്റെ ആന്റിയുടെ മരണത്തിനു ശേഷം അവിടെ ഒരു സീരീസ് പോലെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. വെറുതെ ഇരിക്കുന്നവർ പോലും മരിച്ചു വീഴുന്നുണ്ട്, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല എന്നൊക്കെ. അതും പറഞ്ഞ് അവൾ എസ്റ്റേറ്റിലെ ഒരു പൂട്ടിയിട്ട ഡോർ അങ്ങ് തുറക്കും. അപ്പോ അവിടെയുള്ള ഒരു ഷോട്ട് ഗൺ താഴേക്ക് വീണ് ആ ഏജന്റിന്റെ തല അങ്ങ് ചിന്നിച്ചിതറും. ഹാലാണെങ്കിൽ ഒരു നിമിഷം നിശബ്ദമായി നിന്നുപോകും. എന്താണ് സംഭവിക്കുന്നതെന്ന് അവനും മനസ്സിലാകില്ല. ഒരു ക്രൈം ആണല്ലോ അവിടെ നടന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ പോലീസ് എല്ലാം വന്ന് അവരുടെ മൊഴിയെല്ലാം എടുക്കും. അതിനുശേഷം ഈ എസ്റ്റേറ്റിലെ ഫോൺ അടിക്കും. വിളിക്കുന്നത് മറ്റാരുമല്ല, ബില്ലാകും. തുടർന്ന് ഹാല് ബില്ലിനോട് ഈ ഏജന്റ് മരിച്ചെന്നും ആ മങ്കി വേറെ ആർക്കോ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം എന്ന് പറയും. ഇതു കേട്ട ബില്ല്, നീ
നീ എന്റെ സിഗ്നലിന് വെയിറ്റ് ചെയ്യ് എന്ന് പറയും. ഹാലിന് ഒന്നും തന്നെ മനസ്സിലാവില്ല. നിന്റെ സിഗ്നൽ കാത്തിരിക്കെ, എന്തിനാണത് എന്ന് ചോദിക്കും. പക്ഷെ ബിൽ ഒന്നും മിണ്ടാതെ ആ ഫോൺ അങ്ങ് കട്ടാക്കും. തിരിച്ചു വിളിക്കാനായി അവിടെയുള്ള ഒരു ഫോൺ ബുക്കിൽ നമ്പർ തപ്പുമ്പോ ദേ കിടക്കുന്നു മിസ്റ്റർ മങ്കി എന്നെഴുതിയ ഒരു നമ്പർ. ഹാല് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോ അപ്പുറത്ത് അവന്റെ സഹോദരനായ ബില്ലാകും ഫോൺ എടുക്കുന്നത്. അപ്പോഴാണ് ഹാലിന് സംഭവങ്ങൾ മനസ്സിലാവുന്നത്. ബില്ലിന് ആ കുട്ടിക്കുരങ്ങനെ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട് എന്ന്. സംഭവം എന്താന്ന് വെച്ചാല് ബില്ലിന് തന്റെ അമ്മയെ കൊന്നത് ഹാലാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അവൻ ഹാലിനെ കൊല്ലാനായി ആ കുട്ടിക്കുരങ്ങനെ എടുക്കാനായി പൊട്ടക്കിണറ്റിലൊക്കെ ഇറങ്ങും. പക്ഷേ ആ കുരങ്ങൻ അവിടെ ഉണ്ടാകില്ല. അങ്ങനെ കുറെ വർഷങ്ങൾക്കു ശേഷം ബില്ലൊരു റെസ്റ്റോറന്റിൽ ഇരിക്കുമായിരിക്കും. അപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് ആ കുരങ്ങന്റെ കീ അവന്റെ കയ്യിലെത്തും. അവൻ പിന്നീട് ആ കുരങ്ങനെ തിരഞ്ഞ് കുറെ നടന്നിട്ടുണ്ടാകും. പക്ഷെ എവിടെയും അവന് ആ കുരങ്ങനെ കാണാൻ പറ്റില്ല. അവൻ ഓരോ റെസ്റ്റോറന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി തപ്പുമ്പോ ഈ കുരങ്ങന്റെ മുഖം ഇങ്ങനെ മിന്നി മറയുന്നത് കാണാം. കുരങ്ങൻ അവന്റെ മനസ്സിനോട് നീ റിവെഞ്ച് എടുക്ക് എന്ന് പറയുന്നത് പോലെ. പക്ഷെ യഥാർത്ഥത്തിലുള്ള കുട്ടിക്കുരങ്ങന്റെ പ്രതിമ അവന് കിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ ആന്റിയുടെ മരണം ബിൽ അറിയുന്നത്. ആന്റിയുടെ മരണം അറിഞ്ഞ ബില്ലിന് ആദ്യം തന്നെ മനസ്സിലാകുന്നത് ആ കുട്ടിക്കുരങ്ങൻ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ്. കാരണം അത്രയ്ക്ക് കൊടൂരമായിട്ടാണല്ലോ ആന്റി മരിച്ചത്. ഹാലാണ് തന്റെ അമ്മയെ കൊന്നത് എന്ന് ബില്ലിന് നേരത്തെ അറിയാലോ. അതുകൊണ്ട് ബില്ലാണ് ആ റോക്കിയെ, അതായത് ആ പോലീസ് ഓഫീസറുടെ മകനെ കുട്ടിക്കുരങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചത്. ആ ഏജന്റ് നേരത്തെ പറഞ്ഞില്ലേ കുറെ ആളുകൾ മരിച്ചെന്ന്. സംഭവം ഹാല് മരിക്കാൻ വേണ്ടി ബില്ല് ആ കുട്ടിക്കുരങ്ങന്റെ ചാവി തിരിക്കായിരുന്നു. എന്നാൽ അവിടെ മരിച്ചത് ഒന്നും അറിയാത്ത കുറച്ച് പാവങ്ങളായിരുന്നു. അങ്ങനെ ബില്ല് നേരത്തെ ഹാലിന് സിഗ്നൽ തരാമെന്ന് പറഞ്ഞില്ലേ, അതിനായി വീണ്ടും ആ ചാവി തിരിക്കും. ഹാലിനെ കൊല്ലാനായിട്ടാണ് തിരിക്കുന്നത്. പക്ഷേ അപ്പ മരിക്കുന്നത് ഹാലിന്റെ ഒരു സുഹൃത്താണ്. അവനൊരു ഇലക്ട്രിക് സിഗരറ്റ് ഒക്കെ വലിച്ചു നടക്കുമ്പോൾ അറിയാതെ ഗാർഡൻ വൃത്തിയാക്കുന്ന ഒരു ടൂളിൽ ചവിട്ടും. അതോടെ ആ ടൂൾ അവന്റെ കയ്യിലെ സിഗരറ്റ് വായിലേക്ക് തള്ളിക്കയറ്റും. അങ്ങനെ അവന്റെ കാറ്റും പോവും. അപ്പോഴാണ് ആ റോക്കി ഉണ്ടല്ലോ ബില്ലിന് കുരങ്ങനെ കൊടുത്ത ആ ചെക്കൻ, അവൻ ആ കുരങ്ങന്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി ആ കുട്ടിക്കുരങ്ങനെ തിരിച്ചു വാങ്ങാൻ ബില്ലിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനെ കൊടുക്കാൻ ബില്ലാണെങ്കിൽ തയ്യാറാവില്ല. കാരണം ബില്ലിന് വേറെ ഉദ്ദേശമുണ്ടല്ലോ. ബില്ല് പിന്നെ ആലോചിക്കുമ്പോഴാണ് ഒരു കാര്യം കൂടി ട്രൈ ചെയ്യാ എന്ന് തോന്നിയത്. അതായത് ഹാലിന്റെ മകനെ കൊണ്ട് ആ കീ തിരിപ്പിച്ചാൽ ചിലപ്പോ ആ കുരങ്ങൻ ഹാലിനെ കൊന്നാലോ എന്ന്. ബില്ലി ഈ റോക്കിനോട് പറയും, നീ പോയി ഹാലിനെയും പേറ്റിനെയും തട്ടിക്കൊണ്ടുവര്, എന്നാ നിനക്ക് തിരിച്ചു തരാമെന്ന്. റോക്കിക്കാണെങ്കിൽ ഈ കുരങ്ങനെ എങ്ങനെയെങ്കിലും കിട്ടണം. തട്ടിക്കൊണ്ടുപോകാൻ റോക്കി സാധാരണക്കാരനായി പോയാൽ ഹാലും പീറ്റും വരാനേ പോകുന്നില്ല. അത് മനസ്സിലാക്കിയ റോക്കി തന്റെ അച്ഛന്റെ യൂണിഫോം, അതായത് പോലീസ് ഓഫീസറുടെ യൂണിഫോം എല്ലാം ധരിച്ച് ഹാലിന്റെയും പീറ്റിന്റെയും അടുത്തുപോയി യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ ഫേക്കായി പറഞ്ഞുകൊണ്ട് അവരെ സൂത്രത്തിൽ അവിടുന്ന് ബില്ലിന്റെ പാലസിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് റോക്കി ഒരു ഗണ്ണെല്ലാം ചൂണ്ടി ഹാലിനോടും പീറ്റിനോടും എനിക്ക് ആ കുട്ടിക്കുരങ്ങനെ വേണം, അത് വേണമെന്നുണ്ടെങ്കിൽ പീറ്റ് ആ പാലസിലോട്ട് പോകണമെന്ന് പറയും. പീറ്റിനെ കൊണ്ട് ആ കുട്ടിക്കുരങ്ങന്റെ ചാവി തിരിപ്പിക്കാനുള്ള ബില്ലിന്റെ പ്ലാൻ ആയിരുന്നു അത്. പക്ഷേ ബില്ലാണെങ്കിൽ അനധികൃതമായി ആരും വരാതിരിക്കാൻ ഓരോരോ കെണിയൊക്കെ വെച്ചിട്ടുണ്ടാകും. പീറ്റ ഏതാ മോൻ, അവൻ സൂക്ഷിച്ച് ഓരോ കെണിയിലും രക്ഷപ്പെട്ട്, അതും വളരെ സാഹസികമായി രക്ഷപ്പെട്ട് ബില്ലിന്റെ അടുത്തെത്തും. പീറ്റ നോക്കുമ്പോ ബില്ല പ്രതിമയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും. ബിൽ, നീ എന്താ ചെയ്യുന്നത്, നീ എന്താ ഒറ്റക്ക് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ബില്ല് പറയും, ഇതെന്റെ പഴയ ഒരു കളിപ്പാട്ടമാണ്, എനിക്കിതിനോട് നൊസ്റ്റാൾജിയുണ്ട്, ഇതിപ്പോ ചെണ്ട കൊട്ടുന്നില്ല, നീ ഒന്ന് റെഡിയാക്കി തരുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞ ബില്ലിന് ഈ പീറ്റ് എങ്ങനെയെങ്കിലും അതിന്റെ ചാവി തിരിക്കണം. റോക്കി ആണെങ്കിൽ അപ്പോഴും ഹാലിനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കാവും. റോക്കി തന്റെ തലയൊന്ന് ചൊറിയും. ഈ സമയത്ത് അവൻ അറിയാതെ ഗണ്ണിന്റെ ട്രിഗർ അമരും. അത് കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് തുളച്ച് പുറത്തുപോയി അവിടെയുള്ള ഒരു കടുന്നൽ കൂടിനങ്ങ് കൊള്ളും. എന്തോ ഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ കടുന്നലുകളൊന്നും ഇളകി വരില്ല. പക്ഷേ ഈ സമയത്ത് ബില്ലാണെങ്കിൽ പീറ്റിനെ കൊണ്ട് ആ കുട്ടിക്കുരങ്ങന്റെ ചാവി തിരിക്കാൻ നിർബന്ധിക്കും. അവസാനം ഗതിയില്ലാതെ പീറ്റ് ആ ചാവി തിരിക്കും. അതോടുകൂടി നേരത്തെ വെടികൊണ്ട കടുന്നലുകൾ ഒരു കൂട്ടമായി ഈ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസിലെ ഹോളിലൂടെ വന്ന് റോക്കിയുടെ വായിലോട്ടങ്ങ് കയറും. പിന്നെ പറയണ്ടല്ലോ അവന്റെ അവസ്ഥ, മുഖത്തിന് വേറെ ഒന്നും ബാക്കിയില്ല, ഫുള്ള് കടുന്നലുകൾ തിന്നു തീർത്തു. ഇത് കണ്ടു പേടിച്ച ഹാല് കാറിൽ നിന്നും ഓടി ബില്ലിന്റെ പാലസിൽ കയറും. ഹാല് ബില്ലിന്റെ അടുത്തെത്തി
ബില്ലിനോട് തന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. പക്ഷേ തന്റെ അമ്മയെ കൊന്നത് ഹാലാണെന്ന് ബില്ലിനറിയാം. അവൻ ഈ കുട്ടിക്കുരങ്ങനോട് തനിക്ക് ഈ ഹാലിനെ കൊല്ലണം, വേഗം ചെണ്ട കൊട്ട് എന്നൊക്കെ പറയും. പക്ഷേ ആ കുരങ്ങൻ ആരുടെ റിക്വസ്റ്റും എടുക്കൂലല്ലോ, അതുകൊണ്ട് ചെണ്ടയൊന്നും കൊട്ടില്ല. ദേഷ്യം വന്ന ബില്ല് കുരങ്ങന്റെ കൈ പിടിച്ച് ചെണ്ടയിലേക്ക് അങ്ങ് അമർത്തും. അവസാനം കുരങ്ങൻ ചെണ്ട കൊട്ടും. അപ്പോ ഭൂമി കുലുങ്ങുന്ന പോലെ നിലമെല്ലാം ഇളകാൻ തുടങ്ങും. ബില്ല് വിചാരിക്കും ഹാൽ ഇപ്പൊ തന്നെ മരിക്കുമെന്ന്. പക്ഷേ ഒരു പ്ലെയിൻ ക്രാഷ് ആണ് അപ്പോൾ സംഭവിക്കുന്നത്. ആ പ്ലെയിൻ ക്രാഷിൽ ഒരുപാട് ജനങ്ങളും മരിക്കും. ഈ ഒരു ബില്ല് കാരണം ഒരുപാട് മനുഷ്യർ മരിച്ചു. ഹാലാണെങ്കിൽ മരിച്ചതുമില്ല. അവസാനം എല്ലാ ഭൂകമ്പങ്ങളും ശമിച്ചതിനു ശേഷം ഹാൽ ബില്ലിനോട് താൻ കരുതി കൂട്ടി അമ്മയെ കൊന്നതല്ല, അത് എന്റെയും കൂടി അമ്മയല്ലേ, ഞാൻ ഒരിക്കലും കൊല്ലില്ലല്ലോ, നമ്മളൊരു ഫാമിലിയാണ്, നമുക്കൊന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ബില്ലിനെ ആശ്വസിപ്പിക്കും. ആ പറഞ്ഞത് ബില്ലിന്റെ മനസ്സിനെ അങ്ങ് മാറ്റി. ഹാലിനോട് ക്ഷമിച്ചു എന്ന മട്ടിൽ നിൽക്കുമ്പോൾ ആ കുട്ടിക്കുരങ്ങൻ പെട്ടെന്ന് ചെണ്ട കൊട്ടും. കർമ്മ എന്നൊക്കെ പറയുന്ന പോലെയാണ് പിന്നീട് അവിടെ സംഭവിക്കുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്റെ പാലസിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ കൊല്ലാനായി വെച്ച ഒരു കെണി ഉണ്ടായിരുന്നു. ഒരു ബൗളിംഗ് ബോൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കെണി. ആ ബോൾ നേരെ ബില്ലിന്റെ തലയിൽ കൊണ്ട് ബില്ല് അങ്ങ് മരിക്കും. ഇപ്പോ കഥയിലെ വില്ലൻ അങ്ങ് മരിച്ചു. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്വന്തം അമ്മയെ കൊന്നതിന്റെ പ്രതികാരം അതാണ് ബില്ല് തീർക്കാൻ ശ്രമിച്ചത്. എന്തായാലും അവൻ മരിച്ചതോടെ ഇനി ആ പ്രതികാരവുമില്ല, ഒന്നുമില്ല. അതിനുശേഷം ഈ കുരങ്ങനെയും കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ച് ഹാലും പീറ്റും നേരെ അവരുടെ വീട്ടിലേക്ക് പോകുമായിരിക്കും. പോകുന്ന വഴിയിൽ ഈ കുരങ്ങൻ ചെണ്ട കൊട്ടിയതിന്റെ ഓരോ റിസൾട്ടൊക്കെ റോഡിലൂടെ കാണാം, ഓരോരുത്തർ മരിച്ചു കിടക്കുന്നതൊക്കെ. അങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോ ഒരു കുതിരപ്പുറത്ത് ഒരാൾ വരുന്നത് കാണാം. അത് ഒരു കാലനായിരുന്നു. അയാൾ ഹാലിനെ ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ നിന്ന് പോകും. അതായത് ആ കുട്ടിക്കുരങ്ങൻ കൊല്ലാൻ തീരുമാനിക്കാത്തത് ഈ ഹാലിനെയും അവന്റെ മകനെയും മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് അയാൾ നോക്കിയത്. പക്ഷേ കഥ അവിടെ നിന്നൊന്നും അവസാനിക്കുന്നില്ല. ഹാലും പീറ്റും അവിടെ നിന്ന് പോവുമെങ്കിലും കുറച്ച് ചിയർ ലേഡീസ് ഉള്ള ഒരു ബസ് പാസ് ചെയ്യുമ്പോൾ ഒരു ടാങ്കർ വന്ന് അവരുടെ തലയെല്ലാം എടുക്കും. അതിനർത്ഥം കുട്ടിക്കുരങ്ങന്റെ പണികൾ തീർന്നിട്ടില്ല എന്നാണ്. റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും നടക്കില്ലെങ്കിലും ഇതൊരു എന്റർടൈനിങ് മൂവി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഞാൻ ഇനിയൊരു അടിപൊളി കഥയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരിക.